ഹായ് കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിൽ കോടനാട് മലയാറ്റൂർ ഭാഗത്തു നിന്നും കേവലം 9 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഇക്കോ ടൂറിസം വക മഹാഗണി തോട്ടത്തിലേക്കാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇല്ലിത്തോട് വനമേഖലകളിൽ കൂടിയാണ്. ധാരാളമായി ഇവിടെ ഇല്ലിച്ചെടികൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ചെടികളെല്ലാം വലുതാണ്. മാത്രമല്ല തേക്കും തോട്ടങ്ങളും പ്ലാന്റേഷനുകളും എല്ലാമുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുവാനായി റോഡിൽ നിന്ന് 3 മീറ്ററോളം അടിക്കാടുകളെല്ലാം വെട്ടി നല്ല മനോഹരമായി ആക്കിയിരിക്കുന്നു. കാരണം ഇതുവഴി ഏത് സമയവും കാട്ടുമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് യാത്രക്കാർക്ക് കാണുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഫോറസ്റ്റ് അധികാരികൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ പ്രകൃതി രമണീയമായ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാം നമുക്ക് ഇക്കോ ടൂറിസത്തിലേക്ക്. കൂട്ടുകാരെ, ഞാനിതാ മഹാഗണിത്തോട്ടത്തിന് സമീപം എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല മഹാഗണിത്തോട്ടം പൂർണ്ണമായും ഫോറസ്റ്റ് അധികാരികളുടെ കീഴിലായതിനാൽ ഇവിടെ പ്രവേശനം 50 രൂപയാണ് ചാർജ്. ഞാൻ 50 രൂപയുടെ ഒരു പാസ് വാങ്ങി. എൻ്റെ വാഹനത്തിനും ചെറിയൊരു ഫീസുണ്ട്, അതും കൊടുത്തു ഇതാ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൂട്ടുകാരെ, ഇതാണ് ഇഞ്ച. ആദ്യകാലങ്ങളിൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരും കൊച്ചു കുട്ടികളും ചൊറി, ചിരങ്ങ് തുടങ്ങി അസുഖങ്ങളുള്ളവരും എല്ലാം തേച്ചു കുളിക്കുവാൻ വേണ്ടി ആയുർവേദ ഭിഷഗ്വരന്മാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന വസ്തുവാണ് ഇഞ്ച തേച്ച് കുളിക്കുക. പഴയ തലമുറയിൽപ്പെട്ടവർ ഇഞ്ച തേച്ച് കുളിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ടവർ ഇഞ്ച തേച്ച് കുളിച്ചവർ വളരെ അപൂർവമായിരിക്കും. പോകാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ മഹാഗണിത്തോട്ടത്തിൻ്റെ ഉൾപ്രദേശത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കാണുന്ന കാഴ്ചകൾ, ഓരോ കാഴ്ചയും ഒന്നിനൊന്ന് മെച്ചമാണ്, വ്യത്യസ്തമാണ്, കൗതുകകരമാണ്. ഇതാ ഈ ഒരു മരം തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ വേരുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഉയർന്നു നിൽക്കുന്നു. മരം മാത്രം ഒരു പ്രത്യേക ആംഗിളിൽ തന്നെ ഇതാ മണ്ണ് ഉറച്ച് നിൽക്കുന്നു. ഇതിനടിയിൽ കൂടി നമുക്ക് മറുവശമെല്ലാം വളരെ വ്യക്തമായി കാണുവാനും സാധിക്കുന്നുണ്ട്. ഇതാ ഈ കാണുന്ന വഴി, ഇത് പുഴയിലേക്കുള്ളൊരു വഴിയാണ്. പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മാമാങ്കം എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു പ്രധാന രംഗം ഷൂട്ട് ചെയ്തത് ഇതാ ഇവിടെയാണ്. ഇവിടെ മുകൾ ഭാഗമെല്ലാം വളച്ച് കെട്ടി ഒരു ഗുഹയുടെ മാതൃകയിലാക്കി എടുത്ത ശേഷം കൊള്ളക്കാർ താഴെ നിന്നും കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ഒരു രംഗമുണ്ട്. അതാ താഴെ കാണുന്നത് പുഴയോരമാണ്. നമുക്കവിടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മലയാള ചിത്രത്തിൻ്റെ ആ ഒരു രംഗം ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്, മാമാങ്കം സിനിമയിൽ. ഇനിയും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ടുണ്ട്. അതാ അവിടെ ഒരു ജീവനക്കാരിയെ നമുക്ക് കാണുന്നു. അവരോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഇവിടുത്തെ മൃഗങ്ങളെപ്പറ്റിയും മരങ്ങളെപ്പറ്റിയും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. മാത്രമല്ല ഇപ്പോൾ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഇനിയും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജീവനക്കാരിയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. വരും എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ ഇതേപ്പറ്റി? ആദ്യം പേര് പറഞ്ഞു.
10 വർഷമായി. ആ അടുത്ത താമസക്കാരിയാണോ? അടുത്ത താമസക്കാരിയാണ്. ഇവിടെ ഈ ഇക്കോ ടൂറിസത്തെ പറ്റി എന്താ പറയാനുണ്ട്? എന്തെങ്കിലും ടൂറിസം ആളുകൾ എല്ലാ ദിവസവും ആളുകളുണ്ട്. ശനി ഞായറുണ്ട്, പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. തിങ്കളാഴ്ച ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ അവധിയില്ല, അവധിയില്ല ഇവിടെ. മരങ്ങളും മഹാഗണി, പിന്നെ പൊങ്ങില്യം, തേക്ക്, എല്ലാ മരങ്ങളും ഉണ്ട്. മഹാഗണി ആയിരുന്നു അധികം. പിന്നെ തമ്പകം, പൂവം ഒക്കെ ഉണ്ട്. കാട്ടുമൃഗങ്ങൾ ആന ഇടയ്ക്ക് വരാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ആന ഞങ്ങൾ കാണാറുണ്ട്. ആന കണ്ടുകൊണ്ട് ഇല്ലില്ല, എന്നിട്ട് പോവും. ഞങ്ങളുടെ അടുത്തേക്കടെ 10 ആന, 11 ആന, 24 എണ്ണമൊക്കെ കോഴക്കട കയറി. ഇതിൽ 10 എണ്ണം ഞങ്ങളുടെ അടുത്തേക്കടെ പോയി. ഈ വഴി കൂടി 10 ആന പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഫെൻസിങ് കിട്ടി, പിന്നെ ഫെൻസിങ് വന്നേ പിന്നെ അധികം അങ്ങനെ ആനകൾ വരാറില്ല. എന്നാലും നിങ്ങൾ കാലൊക്കെ കളഞ്ഞ് എർത്ത് കളഞ്ഞ് മരം മറിച്ചിട്ടിട്ട്, ഉണക്കമരം മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ ഇത് കളയും. കമ്പിയൊക്കെ മറിച്ചിട്ടിട്ട് പിന്നെ കെട്ടണത്. ഈ ഫെൻസിങ് എന്ന് പറയുമ്പോൾ വൈദ്യുതി വേലിക്കാണോ ഫെൻസിങ് എന്ന് പറയുന്നത്? സോളാർ വേലി. അപ്പോൾ ആന എങ്ങനെ കിടക്കുന്ന ആന ഉണങ്ങി മരം തല്ലി അതിലേക്കിടും, ചവിട്ടി. അപ്പം ഇറത്ത് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കിടക്കും. അങ്ങനെ ആ പുഴയിന്ന് കയറും. അങ്ങനെ കയറി വരുന്നത്. ഇത് ആനയ്ക്ക് ജീവന് ഹാനി ഉണ്ടാകുന്ന വിധത്തിലുള്ള വൈദ്യുതി ഉണ്ടോ ഇതിൻ്റെ? പെട്ടെന്നൊരു എർത്തുള്ളൂ, പെട്ടെന്നൊരു എർത്ത് ഇങ്ങനെ തരിപ്പുണ്ടാവും. അത്ര അത് കഴിയുമ്പോൾ അത് പോവും. ശരി, ഓക്കെ, താങ്ക് യു.